Okay, I request everyone, I know you're all hungry, so there's... പണ്ട് കാലത്ത് എഴുതി വച്ചിട്ടുള്ള സാരോപദേശ കഥയാണ് ഇത്. പയ്യെ തിന്നാം പണിയം തിന്നാം ഒരു പഴമൊഴി കേട്ടിട്ടില്ലേ? അതിനൊരു ഉദാഹരണമാണ് ആമയും മുയലും തമ്മിൽ ഓട്ടപ്പന്തയത്തിന്റെ കഥ. അമിതമായ ആത്മവിശ്വാസം അപകടമാണെന്ന് ഈ കഥ തെളിയിക്കുന്നു. 10 പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഒറ്റക്കാരൻ മുയലും കൂട്ടുകാർ. 10 പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഒറ്റക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാൾ അവർ 2 പേരും പന്തയം വെച്ചു, ഒറ്റപ്പന്തയം വെച്ചു. മലയോരം കാടുവാഴും മത്സരം വെച്ചു, തമ്മിൽ മത്സരം വെച്ചു. ഒരു നാൾ അവർ 2 പേരും പന്തയം വെച്ചു, ഓട്ടപ്പന്തയം വെച്ചു. മലയോരം കാടുവാഴും മത്സരം വെച്ചു, തമ്മിൽ മത്സരം വെച്ചു. എറിയും കഴിയാമയും പായുന്നൊരു വെൺമുയലും പരിപാടിയിൽ ആരാധ്യം സമ്മാനം നേടും. എറിയും കരയാമയും പായുന്നൊരു വെൺമുയലും പരിപാടിയിൽ ആരാധ്യം സമ്മാനം നേടും. 10 പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഒറ്റക്കാരൻ മുയലും കൂട്ടുകാർ. തെരൂടെ ചെന്ന വെൺമുയൽ പിന്തിരിഞ്ഞപ്പോൾ, മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ, കുറേയേറെ പിന്നിലായിട്ട് ആമയെ കണ്ടു, പാവം ആമയെ കണ്ടു. ബഹുദൂരം ചെന്ന വെൺമുയൽ പിന്തിരിഞ്ഞപ്പോൾ, മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ, കുറേയേറെ പിന്നിലായിട്ട് ആമയെ കണ്ടു, പാവം ആമയെ കണ്ടു. ഉറപ്പുള്ള മുതുകിലും കൂടാരവും അതിലേറെ ഭാരവുമായി പുഴയും ചെങ്ങാലിയെ നോക്കി സഹതാപം കൊണ്ടു. മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി പുഴയും ചെങ്ങാലിയെ നോക്കി സഹതാപം കൊണ്ടു. 10 പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഉറപ്പുള്ള കണ്ണടക്കാം ഒന്നുറങ്ങിയിടാം, പയ്യെ ക്ഷീണവും മാറ്റാം. എറിയുന്നവനെത്തിരും മുമ്പൊന്നാണ് നീ തോരാം, അങ്ങനെ ലക്ഷ്യവും നേടാം. ഒരുപോലെ കണ്ണടയ്ക്കാം ഒന്നുറങ്ങിയിടാം, പയ്യെ ക്ഷീണവും മാറ്റാം. എറിയുന്നവനെ എത്തിടും മുമ്പുണർന്ന് നീ തോടാം, അങ്ങനെ ലക്ഷ്യവും നേടാം. മുയലിങ്ങനെ ചിന്തിച്ചു, കുറെ നേരം മുഴങ്ങിപ്പോയി. ഒരു മുമ്പ് ആമച്ചേട്ടൻ സമ്മാനം നേടി. മുയലിങ്ങനെ ചിന്തിച്ചു, കുറെ നേരം മുഴങ്ങിപ്പോയി. ഉണരും മുമ്പ് ആമച്ചേട്ടൻ സമ്മാനവും നേടി. 10 പതുങ്ങി പമ്മി നടക്കും